മുടി നന്നായിട്ട് കെട്ടിട്ട് എങ്ങനെങ്കിലേക്കാണ് മോളെ ട്യൂഷന് പോണത്? നല്ല വൃത്തിക്ക് വേണം എവിടെ പോയാലും പോവേണ്ടത് കേട്ടോ. ആഹാ, ഇന്നലെ അടി കിട്ടിയോ? സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അവിടെ എവിടെയും പോയി ഇരിക്കാണ്ട് വേഗം പോയി കുളിച്ചൊരുങ്ങി വരാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഇരുന്ന് താമസിക്കുന്നുണ്ടല്ലേ ഇത്രയും താമസിക്കുന്നത്. അപ്പൊ 2 തല്ലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ. ഈ ഗൗരി അല്ലെങ്കിലും താമസിക്കുന്നത് വന്നിട്ട് കുളിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര താമസ. കുളിക്കാൻ കയറത്തില്ല, അഥവാ കയറിയ നേരെ വെളുത്താലും ബാത്റൂമിൽ നിന്ന് ഇറങ്ങത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും ട്യൂഷൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നത്. ഇതെല്ലാം കൂടെ എന്റെ തലയിൽ പിടിച്ചിട്. സംസാരിച്ച് താമസിക്കാതെ ഒന്ന് വാ. എനിക്കല്ല വയ്യ, അടി ഉടവാ, നമുക്ക് പോവാം. മിക്കാറും ഇന്ന് എല്ലാവർക്കും തല്ല് കിട്ടും. അയ്യോ, ഞാൻ ഹോംവർക്ക് ചെയ്തില്ലായിരുന്നു. അയ്യോ എന്റെ കാല്. എന്താ ശോമനെ, വീണോ? നൊന്തോ? ആ കുഴപ്പമില്ലമ്മേ. അയ്യോ, ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മറന്ന് ഇന്ന് എനിക്ക് ഉറപ്പായിട്ടും തല്ലിയിട്ട്. പോയിട്ട് വരാമേ. നോക്കി പോയിട്ട് വാ മക്കളെ. അരിവത്തോട് നോക്കി പോണേ. ആരും വിളിച്ച കൂടെ പൊക്കളയരുത്. അതിന് ആര് വിളിക്കാനാ അമ്മേ? ഈ അമ്മയുടെ ഒരു കാര്യം. സമയം ഒരുപാടായി. എത്ര നേരമായിട്ട് ശിവയും ഗൗരിയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. മിക്കാറും ട്യൂഷൻ വീട്ടിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും തല്ല് കിട്ടും. ഈ മണ്ണിക്കുട്ടനെ കാരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ട്യൂഷൻ വീട്ടിൽ പോവായിരുന്നു. അത് പിന്നെ ശിവ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കും, നമുക്ക് ഒന്നിച്ച് ട്യൂഷന് പോവാന്ന്. ഞാൻ 5-6 ദിവസം കൊണ്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആ കുട്ടികൾ എന്തായാലും ഇതുവഴിയായിരിക്കും വരുന്നത്. നീ ആ ചാക്കൂടി റെഡിയാക്കി വെച്ചു. വന്ന ഉടനെ നമുക്ക് വണ്ടി പിടിച്ച് കയറ്റാം. കാഞ്ഞ ബുദ്ധിയുള്ള പിള്ളേരാ, പിടിച്ച് കൊണ്ടുപോകാൻ ഇച്ചിരി പാടാ. ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല, മുട്ടായി ഒന്നും കൊടുത്താൽ പിള്ളേര് വരത്തില്ല. പിന്നെ നമ്മൾ എങ്ങനെയാ പിള്ളേരെ ഇപ്പൊ തട്ടിക്കൊണ്ട് പോവാൻ പോണത്? നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പ്രയോഗിക്കാം. എന്തായാലും ഞാൻ ചാക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കിട്ടിയ ഉടനെ നമുക്ക് ചാക്കി കയറ്റി കൊണ്ടുപോവാം. വേഗം വാ, നമുക്ക് ഇതിലേക്കൂടെ കുറുക്ക് വഴിയുണ്ട്, ഇതിലേക്കൂടെ അങ്ങ് കേറാം. ഇതിലേക്കൂടെ കേറി വാ. ഓ, ഇതിന്റെ മേലെ കൂടെ ചാടി കയറാൻ ഞാൻ പിടിക്കാം. ഒന്ന് പിടിച്ച് കേറ്റി. ഞാൻ ഹെൽപ്പ് ചെയ്യാം. അയ്യോ, ശിവ വേഗം വാ, സമയം ഒരുപാടാവുന്നു. എല്ലാരും മാർക്കോ, ഞാൻ ചാടി വന്ന് കേറാൻ പോവുക. എന്റെ അശ്വതി ചേച്ചി ഒന്ന് വേഗം വാ, സമയം പോണു. ഇതിലേക്കൂടെ വരണ്ടാന്ന് ഞാൻ പറഞ്ഞ, എനിക്ക് കേറാൻ പറ്റുന്നില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാം, എന്റെ കൈ പിടിച്ചോ. എന്റെ അമ്മ നേരെയുള്ള വഴിയിൽ കൂടെ പോയെങ്കിൽ ഇപ്പം ട്യൂഷൻ വീട് എത്തിയാനെ. ബാബാ വേഗം പോവാം നമുക്ക്. അജസ് വേഗം നടക്ക്, സമയത്തില്ലായി. ഹായ് ഗൈസ്, നിങ്ങൾ എത്ര നേരം എവിടെ പോയി കിടന്നതാ? സമയം ഒരുപാടായി. മിക്കവാറും ഇന്ന് എല്ലാവർക്കും തല്ല് കിട്ടും കേട്ടോ. ബാബാ, ഇനി നമുക്ക് സമയമില്ല, വേഗം ട്യൂഷന് പോവാം. ഇനി ഒന്നും പറയണ്ട, നീ വേഗം വാ, സമയം പോണു. അയ്യോ, അമ്മേ, എന്റെ കൈ പോയി എന്നാ തോന്നുന്നത്. വേഗം വാ വാ വാ. ആ പിള്ളേര് ദേ വരുന്നു. ആ, ഞാൻ കണ്ടു. നീ റെഡി ആയിട്ട് നിന്നോ. വണ്ടി ഞാൻ ഈ ഒരു സൈഡിലോട്ട് പാർക്ക് ചെയ്യാം. എന്നാലും നമുക്ക് കറക്റ്റ് അവരെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതിലേക്കൂടെ ആയിരിക്കും എന്തായാലും അവർ വരുന്നത്. അപ്പം നമുക്ക് പിടിച്ചുകൊണ്ട് പോവാം. മോളിങ് വന്നേ. ആ പിള്ളേർ അടുക്കുന്നില്ലല്ലോ. ഈ അങ്കിളും ആന്റി എന്തിനാ റോസിനെ വിളിച്ചത്? ഇനി തട്ടിക്കൊണ്ട് പോവാൻ വല്ലതും ആയിരിക്കുമോ? എനിക്ക് തോന്നിയതായിരിക്കും. ഇന്ന് പിള്ളേരെ കണ്ടില്ലല്ലോ. ശിവയും ഗൗരിയൊക്കെ വരട്ടെ, ഞാൻ എന്തായാലും പോണ്. മോനെ മോനെ, എന്താ ആന്റി? ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ ചോദിക്കാനായിരിക്കും വിളിക്കുന്നത്? അമ്മ പറഞ്ഞിട്ടില്ലേ അറിയാത്തവരെ കൂടെ ഒന്നും സംസാരിക്കരുതെന്ന്. ഇനി എന്നെ തട്ടിക്കൊണ്ട് പോകാനായിരിക്കും. അയ്യോ, ഓടിക്കോ. ഈ
പിള്ളേരൊന്നും ഇങ്ങോട്ട് വരുന്ന ഓടിയില്ലല്ലോ. ആ ചെക്കൻ ഓടി. അതെന്താ ഒരു ഗുണ്ടൻ വണ്ടി? ഈ വണ്ടി ഇരിക്കുന്ന ആളുകൾ തട്ടിക്കൊണ്ടു പോണ ആൾക്കാരാണോ? എനിക്ക് തോന്നിയതായിരിക്കും, സാധാ കാറാ. മോനെ മോനെ, മോനെ. എന്താ ആന്റി? മോനെ നിങ്ങൾ വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്തിനാ എന്നെ വിളിക്കുന്നത്? എന്തായാലും പോയി നോക്കാം. എന്താ ആന്റി? മോനെ ദേ ഈ പേപ്പർ മോന്റെ അമ്മ മോന്റെ കയ്യിൽ തരാൻ പറഞ്ഞു. എന്റെ അമ്മയോ? എന്റെ അമ്മ എന്ത് പേപ്പറാ? നോക്കട്ടെ. ഇന്നാ ഇത്. പിടിച്ച് കേട്ട്, ആരെങ്കിലും വരുന്നതിന് മുമ്പ് വേഗം ചാക്കി കേട്ട്. എന്നെ ഒന്നും ചെയ്യില്ല, എനിക്ക് പേടിയാ. ഇതാവട്ടെ, ചാക്കി കേട്ട്. അയ്യോ, എന്നെ രക്ഷിക്ക്. എന്നെ ചാക്കി കേട്ടില്ലേ, എനിക്ക് പേടിയാ. എന്നെ ചാക്കി കേട്ടില്ലേ. വേഗം ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഡിക്കി കയറ്റിക്കോ. ഇവിടെ ഒന്നും ആരുമില്ല, ഞാൻ ഡിക്കിയിലിട്ട് പൂട്ടിയിട്ടുണ്ട്. നമുക്കിനി വേഗം പോവാം. 2-3 പിള്ളേര് വേറെ വരുന്നു, നമുക്ക് 2-3 പേരെ കൂടെ തട്ടിക്കൊണ്ട് പോവാം. നമുക്കിവിടെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കാം. ആ കുട്ടികൾ എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ട്. 2-3 പേരെ കൂടെ കിട്ടിയ കണ്ണും കയ്യും എല്ലാം കുത്തി പൊട്ടിക്കാം നമുക്ക്. കുട്ടികളെ, നിങ്ങളാ പയ്യനെ അന്വേഷിക്കുകയാണോ? ബണ്ണിക്കുട്ടനാണോ? ആ അതെ, ബണ്ണിക്കുട്ടൻ. അത് നിങ്ങളുടെ ഫ്രണ്ടാ? ആ അതെ അതെ അതെ, ബണ്ണിക്കുട്ടൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ബണ്ണിക്കുട്ടനെ നിങ്ങൾ കണ്ടോ? ആ ബണ്ണിക്കുട്ടനെ ഞാൻ കണ്ടു. ബണ്ണിക്കുട്ടന്റെ അമ്മയുടെ അടുത്ത് പോയേക്കുവാ. ബണ്ണിക്കുട്ടന്റെ അമ്മയുടെ അടുത്തോ? ഞങ്ങൾ ട്യൂഷൻ നോക്കിക്കൊണ്ടിരുന്നതാണല്ലോ, പിന്നെ എങ്ങനെ അമ്മയുടെ അടുത്ത് പോയത്? ഇങ്ങ് വാ, പറഞ്ഞു തരാം. കാറിന്റെ അടുത്തേക്ക് വാ. കാറിന്റെ അടുത്തേക്കോ? കാറിന്റെ അടുത്തേക്കോ? ശിവ, ഇനി ഇവര് വല്ല കിഡ്നാപ്പേഴ്സ് ആയിരിക്കോ? നമ്മളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങോട്ട് ചെല്ലാൻ പറയുന്നത്. അങ്ങനൊന്നും കിഡ്നാപ്പ് ചെയ്യത്തില്ല. അവരുടെ കാറ് നോക്ക്, അടിപൊളി കാറ്, നല്ല ആൾക്കാർ, കണ്ടിട്ട് നല്ല ആരും അങ്കിള് ആൻറ്റി, അങ്ങനെയുള്ളവർ നമ്മളെ തട്ടിക്കൊണ്ട് പോവൂല എന്നാ എനിക്ക് തോന്നുന്നത്. എന്നാ നമുക്ക് അവരെ അടുത്തോട്ട് പോയാലോ? ബാ, പോയി നോക്കാം. ഇവിടെ ഒന്നും ആരുമില്ല, വേഗം ആ പിള്ളേരെ ചാക്കി കയറ്റാൻ നോക്ക്. വേഗം ഇതിനെ ചാക്കി കയറ്റി. വേഗം എല്ലാ പിള്ളേരെയും ചാക്കി കയറ്റിക്കോ. അവിടെ നിക്കടാ, അവിടെ. അയ്യോ, ഞങ്ങളെ രക്ഷിക്കണേ, രക്ഷിക്കണേ. വാടി ഇവിടെ, വാടി ഇവിടെ, വാടി. സൂസൻ, ഇനി ഈ ചെറുക്കനെ കൂടെ ചാക്കിലാക്ക. വേഗം അടുക്കി കേട്ട് നമുക്ക് വേഗം ഇവിടുന്ന് ഈ പിള്ളേരുമായിട്ട്